നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെയും രാജ്യത്തെയും ഒരുപോലെ ഞെട്ടിച്ച ആ വിമാന അപകടത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറുന്നില്ല. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയും 4 മനുഷ്യജീവനുകളും എരിഞ്ഞടങ്ങിയപ്പോൾ അവശേഷിക്കുന്നത് ചില ഫോൺ വിളികളും തീരാത്ത കണ്ണീരും മാത്രം. ഇതിൽ ഏറ്റവും നൊമ്പരമുണർത്തുന്നത് ഫ്ലൈറ്റ് അറ്റൻഡർ കൂടിയായ പിങ്കി മാലിനിയും അച്ഛനും തമ്മിൽ നടന്ന അവസാന സംഭാഷണമാണ്. ആ അവസാന സംഭാഷണം പുറത്തു വരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും. മുംബൈയിൽ നിന്നും അജിത് പവാറിനെയും വഹിച്ച വിമാനം പറന്നുയർന്നതിന് നിമിഷങ്ങൾക്ക് മുൻപാണ് പിങ്കി അച്ഛനായ ശിവകുമാർ മാലിയെ വിളിക്കുന്നത്. ആവേശത്തോടെ ആയിരുന്നു ആ വിളി. പപ്പ, ഞാൻ അജിത് പവാറിനൊപ്പം ബാരാമതിയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ അവിടെ ഇറക്കിയ ശേഷം നദ്ദേടിയിലേക്ക് പോകും. നമുക്ക് നാളെ സംസാരിക്കാമെന്നായിരുന്നു സംഭാഷണം. ജോലി തിരക്കിനിടയിൽ മകൾ നൽകിയ ആ ഉറപ്പ് അച്ഛനും വിശ്വസിച്ചു. ശരി മോളെ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ അച്ഛൻ ഫോൺ വെച്ചു. എന്നാൽ പിറ്റേ ദിവസം അച്ഛനെ തേടിയെത്തിയത് മകളുടെ ഫോൺ വിളിയല്ലായിരുന്നു, പകരം ജീവനറ്റ ശരീരത്തിന്റെ വാർത്തയായിരുന്നു. ബുധനാഴ്ച രാവിലെ 8:45 ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഡൽഹി ആസ്ഥാനമായുള്ള VSR വെഞ്ചേഴ്സ് എന്ന സ്വകാര്യ ഏവിയേഷൻ സ്ഥാപനത്തിന്റെ ചെറുവിമാനമാണ് അപകടത്തിൽ കത്തിനശിച്ചത്. മുംബൈയിൽ നിന്ന് രാവിലെ 8-നാണ് പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായി അജിത്തും അംഗരക്ഷകർ ഉൾപ്പെടെ 4 പേര് വിമാനത്തിൽ യാത്ര തിരിച്ചത്. വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായി ഫ്ലൈറ്റ് അറ്റൻഡർ പിങ്കി മാലി പിതാവ് ശിവകുമാർ മാലിയെ ഫോണിൽ വിളിച്ചിരുന്നു. ഈ വാക്കുകളാണ് നോവായി മാറുന്നത്. ജോലി കഴിഞ്ഞതിന് ശേഷം നാളെ സംസാരിക്കാമെന്ന് ഞാൻ മകളോട് പറഞ്ഞിരുന്നു. എന്നാൽ ആ നാളെ ഇനി ഒരിക്കലും വരില്ല, കണ്ണീരോടെ ശിവകുമാർ പറയുന്നു. അടുത്തിടെ ശിവകുമാറിന്റെ വിമാനയാത്രകളിലെല്ലാം മകളും ഉണ്ടായിരുന്നു. മകളെ നഷ്ടമായി. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അപകടത്തെക്കുറിച്ചുള്ള സാങ്കേതിക വിവരങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. അന്ത്യകർമ്മങ്ങൾ നടത്താനായി മകളുടെ മൃതദേഹമെങ്കിലും വേണം. ആ ആഗ്രഹം മാത്രമേ ഉള്ളൂവെന്നും ശിവകുമാർ പറയുമ്പോൾ കേട്ടുനിന്നവരുടെ കണ്ണും നിറയുകയാണ്. അജിത് പവാറിനെ കൂടാതെ സുരക്ഷാ ജീവനക്കാരൻ വിദീപ് യാദവ്, ഫ്ലൈറ്റ് അറ്റൻഡർ പിങ്കി മാലിനി, പൈലറ്റുമാരായ സുമിത് കപൂർ, ശാംഭവി പഥക് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഫെബ്രുവരി 5 നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഈ പുണ ജില്ലയിലെ വിവിധ റാലികളിൽ പങ്കെടുക്കാനാണ് അജിത് ബാരാമതിയിലേക്ക് എത്തുന്നത്. മഹാരാഷ്ട്രയിലെ കരുത്തനായ ഒരു നേതാവിന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ വലിയൊരു രാഷ്ട്രീയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്കിലും സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ പിങ്കി എന്ന ആ പെൺകുട്ടിയുടെ അവസാനത്തെ വാഗ്ദാനം ഒരു വലിയ വിങ്ങലായി അവശേഷിക്കുകയാണ്.